ഇങ്ങനെയാണ് നമ്മുടെ മുറുക്ക് ഉണ്ടാക്കുന്നത്, കണ്ടിട്ടില്ലേ? ഇതാണ് ചീനി മുറുക്ക്. നമ്മളിത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? കണ്ടോ സംഭവം? ആ കയ്യിരിക്കുന്ന സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ? അത് ഫ്രൈ ആയി വരുമ്പോൾ കറക്റ്റ് ഈ ഒരു പരുവമായിട്ട് വരും. ചൂട് മുറുക്ക് റെഡി. അത് കണ്ടില്ലേ? ഇങ്ങനെ എടുത്ത് കമ്പിൽ ഇങ്ങനെ കോർത്തിട്ട് താത്ത് ഇങ്ങനെ വെക്കും. എന്നിട്ട് അത് പൊരിഞ്ഞ് വരുമ്പം ഈ മുളങ്കമ്പിനെ തന്നെ പൊക്കിയെടുത്ത് ഇതിലോട്ടിടും. കണ്ടില്ലേ? നേരത്തെ ഇട്ടയാണ്, അതിപ്പം പൊങ്ങി വലുതായതായി ഇത്രയായി. ഇട്ടപ്പം ചെറുതായിരുന്നു, നമ്മൾ ഇട്ട് അത് പൊരിഞ്ഞു വന്നപ്പോൾ കണ്ടില്ലേ ഇത്രയും വലിയ ബഡ സൈസായിട്ട് മാറി. ഇങ്ങനെയാണ് നമ്മുടെ ചീനി മുറുക്കുണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കിയിട്ടപ്പം കണ്ടില്ലേ വാങ്ങാനുള്ള ആൾക്കാരുടെ തിരക്ക് കണ്ട. നമ്മൾ ഷൂട്ട് ചെയ്തപ്പം തിരക്ക് കൂടിയ അവിടെ. നമ്മുടെ ഇവിടെ തൈപ്പൂയത്തിന് ഉത്സവത്തിന് വന്ന കോട്ടയം കുന്നിൽ കുറച്ച് സായിപ്പന്മാരെ കണ്ടില്ലേ? ഒരു അമ്മൂമ്മയുടെ അടുത്തുനിന്ന് മാലയും വളയൊക്കെ വാങ്ങുന്ന കടയിൽ സംഭവം അതിനെപ്പറ്റി ചോദിക്കുവാണ്. കണ്ടില്ലേ? അവിടെ മാത്രമല്ല, ഇവിടെയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവരെല്ലാം ഒരു ടീമായിരിക്കും. ഇവിടെ പാത്രക്കട, നമ്മുടെ നാടൻ പാത്രമൊക്കെ നോക്കി നിൽക്കുന്ന സായിപ്പ് മദാമ കണ്ടില്ലേ? അവർക്കൊക്കെ ഇതൊരു ഭയങ്കര സംഭവമായിരിക്കും, നമ്മുടെ ഇവിടുത്തെ നാടൻ പാത്രവും കാര്യങ്ങളും ഒക്കെ ടാറ്റ കാണിക്കുന്ന പിള്ളേരെ. അടുത്ത 2 പേര് അവർ സംഭവമൊക്കെ ചോദിക്കുക, ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതാണ് അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അവർ റിപ്ലൈ പറയാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. സായിപ്പന്മാർ കണ്ടില്ല, അല്ലെങ്കിൽ തിരിഞ്ഞ് തൈപ്പൂയ ഉത്സവം ഇവിടെ നിന്ന് കണ്ടിട്ട് തളർന്ന് പരവശയായി പോകണം പാവം മദാമ്മമാർ. അതിവാശിയേറിയ ഉറിയടി കാണിച്ചു തരാം. കണ്ടില്ലേ? ആ വെള്ളമൊക്കെ എടുത്ത് ഒഴിക്കുന്നുണ്ട. ഇതിപ്പോൾ ഉറിയ അടി കഴിഞ്ഞു, അത് കഴിഞ്ഞ് അത് പിടിക്കാൻ നിൽക്കുക. കണ്ടോ, ഒരാൾ താഴെ വീണ ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് 2 ബക്കറ്റ് വെള്ളം ഒറ്റ പിന്നെ അവൻ്റെ മുഖത്തോട്ടങ്ങ് ഒഴിച്ച്. ഇപ്പം ഈ ഉറിയടി കഴിഞ്ഞ് ഇതിഞ്ഞ് എല്ലാവരും കൂടി പിടിച്ച് താഴെ വെച്ചിട്ട് അത് ചന്നാ ഭിന്നാക്കും. ഇതിപ്പോൾ അതൊന്ന് കുരുക്ക് വീണ് അത് അഴിച്ചു വിടുവാണ്. എന്നിട്ട് അതൊന്നുകൂടെ ആട്ടിവിട്ട് ഇപ്പോൾ ഇവർ താഴെ നിന്ന് എല്ലാവരും കൂടി അത് പിടിക്കാൻ നോക്കും. അത് പിടിച്ച് അതിപ്പോൾ എന്താ നോക്കിക്കോ, ചന്നാ ഭിന്നമാക്കും. ഇവിടുത്തെ ഉറിയടിയുടെ ഒരു ഭാഗമാണ്, കണ്ടില്ലേ? നമ്മളാ തടത്താവിള സുരേഷ് ആനതോ ഇടത് സൈഡിൽ നിൽപ്പുണ്ട് ഈ ഉറിയടിയൊക്കെ കണ്ടുകൊണ്ട്. ഇവിടെ അങ്ങനെ ഒരുപാട് ആനയൊന്നുമില്ല, ഈ ഒരു ഒറ്റ ആനയുള്ളൂ. കോട്ടയം കുന്നിലെയാണ്. ഞാൻ കോട്ടയം കുന്ന് ക്ഷേത്രത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് തൈപ്പൂയത്തിൻ്റെ തലേന്നത്തെ കാഴ്ചയാണ് കേട്ടോ. അത് നമ്മളിപ്പം ഇടുന്നത് ഇപ്പം തൈപ്പൂയം കഴിഞ്ഞിട്ടാണ്. അന്ന് നമ്മൾ അതിൻ്റെ വേറെ കുറേ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ? തടത്താവിള സുരേഷാണ് ആന ഇങ്ങനെ നടന്നു പോവുക, കരിമ്പൊക്കെ പിടിച്ചുകൊണ്ട്. കണ്ടില്ലേ? അടിപൊളിയില്ലേ? പതുക്കെ ഇങ്ങനെ പോവാണ്. DJ ഫ്ലോർ കണ്ട? DJ ഫ്ലോർ ഇത് കഴിഞ്ഞ വർഷം ഇവിടെ ഉത്സവത്തിനുള്ളൊരു സംഭവമായിരുന്നു. DJ പാട്ടും മ്യൂസിക്കും അത് ഈ ഭക്തിഗാനം അടക്കം ഇടും. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ഒന്ന് അപാര ഡാൻസ്, ലൈറ്റ് സെറ്റപ്പും എല്ലാം ഉണ്ട്. ഫുൾ DJ മൂഡ് ഉണ്ടല്ലേ? നമ്മുടെ മുരുക ഭഗവാന്റെ പടമൊക്കെ വെച്ച് വിളക്ക് കത്തിച്ചിട്ടുണ്ട്. കുട്ടികളും മുതിർന്നവരും എല്ലാവരും അടിപൊളി ഡാൻസ്, ഫുള്ള് വൈബിങ്. കണ്ടില്ലേ? അപ്പം ഇത് ഇനി എല്ലായിടത്തും ഉത്സവത്തിന് ഇങ്ങനെ ഒരു ട്രെൻഡൊക്കെ എല്ലായിടത്തും വരും. വൈബി ഇപ്പോഴേ ഉണ്ട്. ഇപ്പം DJ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, ഈ എഴുന്നള്ളത്തിൻ്റെ പുറകെ തന്നെ ഇങ്ങനെ പോകുന്നു. കണ്ടില്ലേ? വൈബിങ് കണ്ടില്ലേ? പിള്ളേരൊക്കെ ഫുള്ളി വൈബിങ് ആണ്, പാട്ടൊക്കെ ഇട്ടിട്ട്
അടിപൊളി. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും അങ്ങോട്ടൊക്കെ വരട്ടെ എന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് ആ നാട്ടിലുള്ളവർക്ക് അവരുടെ ഉത്സവം ഇതേ കണക്ക് പാട്ടൊക്കെ ഇട്ട് അവർക്ക് എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റും അല്ലേ. അല്ലാതെ ഈ എഴുന്നള്ളത്തെത്തുന്ന കുറച്ച് സമയം മാത്രമല്ല, ഫുള്ളി ഓണായിട്ട് നിൽക്കാം. കൊള്ളാം. അങ്ങനെയും കണ്ട തടത്താവിള സുരേഷ്, ഒരാൾ മത്താപ്പ് കത്തിക്കുന്നു. ആന വരുന്നുണ്ട്. ആന പഴം കൊടുത്തപ്പോൾ അത് അത്രയും മതിയെന്ന് പറയും.